പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത ഒഡീഷ എഫ്സിയുടെ സ്ട്രൈക്കറായിട്ടുള്ള റോയ് കൃഷ്ണയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ISL 10ാം സീസണിൽ ഒഡീഷ എഫ്സിക്ക് വേണ്ടി മികച്ച പ്രകടനമായിരുന്നു റോയ് കൃഷ്ണ കാഴ്ചവെച്ചിരുന്നത്. 25 മത്സരങ്ങൾ കളിച്ച താരം 13 ഗോളുകളും 3 അസിസ്റ്റുകളുമായിരുന്നു നേടിയിരുന്നത്. മാത്രമല്ല ISL 10ാം സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്ത പ്ലേയേഴ്സിന്റെ ലിസ്റ്റിൽ 2ാം സ്ഥാനത്തായിരുന്നു റോയ് കൃഷ്ണ. ഇപ്പോൾ ലഭിച്ചുള്ള വാർത്ത അനുസരിച്ച് റോയ് കൃഷ്ണ ഒഡീഷ എഫ്സി ടീമിൽ തന്നെ തുടർന്നേക്കുമെന്നാണ്. ഒരു വർഷം കൂടി താരം ഒഡീഷ എഫ്സി ടീമിൽ തന്നെ തുടർന്നേക്കുമെന്നാണ് 90 ഫുട്ബോൾ ഇന്ത്യ എന്ന ഒരു പേജ് റിപ്പോർട്ട് ചെയ്യുന്നത്. അടുത്ത സീസണിലും റോയ് കൃഷ്ണ ഒഡീഷ എഫ്സി ടീമിൽ തന്നെ തുടരുമെന്നുള്ള കാര്യം ഇപ്പോൾ ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള ഒരു പ്ലേ ഓഫ് മത്സരത്തിൽ പോലും റോയ് കൃഷ്ണയുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. റോയ് കൃഷ്ണയുടെ ഒരു മികച്ച അസിസ്റ്റിലൂടെയായിരുന്നു ഡിയേഗോ മൗറീഷോ 2ാമത്തെ ഗോൾ ഒഡീഷ എഫ്സിക്ക് വേണ്ടി നേടിയിട്ടുണ്ടായിരുന്നത്. റോയ് കൃഷ്ണയെ പോലത്തെ ഒരു താരം ഒഡീഷ എഫ്സി ടീമിൽ തുടരുന്നത് അത് ടീമിന് എന്തുകൊണ്ടും മുതൽക്കൂട്ടാകുന്ന കാര്യം തന്നെയാണ്. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള ക്വാമി പെപ്പറയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ISL 10ാം സീസണിന്റെ പകുതിയായപ്പോഴാണ് പെപ്പറ തന്റെ മികച്ച ഫോമിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് അങ്ങോട്ട് മിക്ക മത്സരങ്ങളിലും പെപ്പറ മികച്ച പ്രകടനമായിരുന്നു പുറത്തെടുത്തത്. എന്നാൽ പെപ്പറയ്ക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന് വലിയൊരു തിരിച്ചടി നൽകിയ കാര്യമായിരുന്നു. പുതിയ കോച്ച് വന്നതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ ഏതൊക്കെ വിദേശ താരങ്ങൾ ടീമിൽ തുടരുമെന്നുള്ള കാര്യം ഇപ്പോഴും സംശയമാണ്. അഡ്രെ ലൂണയുടെയും അതുപോലെ തന്നെ നോവാസദോയുടെയും കാര്യമാണ് നിലവിലിപ്പോൾ കൺഫേംഡ് ആയിട്ടുള്ളത്. മാത്രമല്ല ഡിഫൻഡറായിട്ടുള്ള മിലോസും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ തുടർന്നേക്കുമെന്ന വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. എന്നാൽ ടീമിലെ താരമായിട്ടുള്ള ക്വാമി പെപ്പർ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ തുടരുമോ എന്നുള്ള കാര്യം സംശയം തന്നെയാണ്. നിലവിലിപ്പോൾ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന പേജ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ക്വാമി പെപ്പർ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടേക്കുമെന്നാണ്. പെപ്പറയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം കോൺട്രാക്ട് ഉണ്ട്. എന്നാൽ പോലും താരം കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിടാൻ തന്നെയാണ് കൂടുതൽ ചാൻസ് ഉള്ളത് എന്നാണ് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന പേജ് റിപ്പോർട്ട് ചെയ്യുന്നത്. പെപ്പറയുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. പെപ്പറയുടെ ഈ ഒരു അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.